എല്ലാവർക്കും നമസ്കാരം. അതെ, ഇന്നത്തെ വിഷയം ഈ തേങ്ങയുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പ്രാധാന്യം നമ്മുടെ ജീവിതത്തിനെ കുറിച്ചാണല്ലോ. അതിൽ കൂടുതൽ ചർച്ച ചെയ്യാനുള്ളത് സാംസ്കാരികമായിട്ടുള്ള സ്വാധീനമാണ്. എല്ലാ അർത്ഥത്തിലും നമുക്ക് ജീവിത വിജയം ഈശ്വര കടാക്ഷം കൊണ്ട് നേടാൻ പറ്റുന്നല്ലേ നമ്മുടെ പൂർവികന്മാർ പറയണത്. ആ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഈ തേങ്ങ എന്ന വിശേഷ വസ്തു കൽപ്പകവൃക്ഷത്തിൽ നിന്നാണല്ലോ കിട്ടുന്നത്. തെങ്ങിന് കൽപ്പകവൃക്ഷം എന്നാണല്ലോ പറയുക. ആ തേങ്ങ എല്ലാ അർത്ഥത്തിലും ഏത് ദേവപൂജയിലും കേരളീയമായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള ഏത് വിഷയത്തിലും തേങ്ങ ഒരു അവിഭാജ്യ ഘടകമാണ്, ഐശ്വര്യത്തിൻ്റെ നിദാനമാണ്. ഇപ്പോൾ ഒരു വിഘ്ന നാശത്തിന് ഗണപതിയെയാണ് നമ്മൾ പ്രധാനമായിട്ട് പൂജിക്കുക. ഗണപതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട കാര്യം നമ്മൾ വഴിപാടായിട്ട് ചെയ്യുന്നത് ഗണപതി ഹോമം. ഗണപതി ഹോമത്തിന് അഷ്ടദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം തേങ്ങയാണല്ലോ, പട്ടത്തേങ്ങയാണല്ലോ പ്രധാനം. പിന്നെ തേങ്ങ മുട്ടുക, പച്ചത്തേങ്ങ ഭഗവാന്റെ മുന്നിൽ അടിച്ചിട്ട് നമ്മുടെ വിഘ്നങ്ങളൊക്കെ തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എത്ര സന്തോഷമുള്ള കാര്യമാണ്. സൈക്കോളജിക്കലി നമുക്ക് എത്ര സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഏത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ ഈ തേങ്ങയുടെ ഉപയോഗം നമ്മളെ സഹായിക്കാറുണ്ട്. പിന്നെ മറ്റെന്ത് മംഗളകാര്യം നടക്കുമ്പോഴും ഇപ്പം ഞങ്ങളുടെ നമ്പൂതിരി സമ്പ്രദായത്തിൽ ഈശ്വരനെ പ്രതിരൂപമായിട്ട് കാണാറ് സ്വസ്തികം എന്നുള്ള സങ്കല്പമാണ്. കളം വരച്ച് അതിൽ എന്താ പറയുക, ഈ ഭഗവാനെ ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ സ്വസ്തികം വെച്ചിട്ട് അതിൽ നെല്ല് ആദ്യം അടിയിൽ വെച്ച്, പിന്നെ നല്ല കോഴി വസ്ത്രം വെച്ച്, അതിൽ ഉണക്കലരി വെച്ച്, ഈ ദർഭപ്പുല്ല് മുറിച്ച് വെച്ച്, പിന്നെ കൂർച്ചം ഒരു പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്ത് തേങ്ങയും കൂടി വെക്കണം. ആ തേങ്ങയിലാണ് ഭഗവാന്റെ ചൈതന്യം, ഭഗവാന്റെ പ്രതിരൂപമായിട്ട് കാണുന്നത് തേങ്ങയാണ്. ആ സീറ്റിംഗ് അറേഞ്ച്മെന്റാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഏത് പൂജ, ഏത് ദേവനെയും അതിൽ നമ്മൾ ആവാഹിക്കാറുണ്ട്. സരസ്വതി ആയാലും വിഷ്ണു ആയാലും ഏത് ഈശ്വര പൂജ ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ ഭഗവാന്റെ പ്രതിപുരുഷനായി പ്രതിരൂപമായിട്ട് ഈ തേങ്ങയെ കണക്കാക്കാറുണ്ട്. അപ്പോൾ അത് വളരെ നമ്മുടെ ഭാരതീയരുടെ, വിശേഷിച്ചും കേരളീയരുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് തേങ്ങ എന്നത്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാന് നമ്മൾ വളരെ സന്തോഷത്തോടെ സമർപ്പിക്കുന്നത് നിവേദ്യം എന്നല്ലേ പറയുക. ആ നിവേദ്യത്തിലും ഈ തേങ്ങ ഒരു അവിഭാജ്യ ഘടകമാണ്. ഉദാഹരണത്തിന് ചതുശ്ശതം എന്ന് പറയുന്ന ഒരു നിവേദ്യ സമ്പ്രദായമുണ്ട്. അതിൽ ഈ തേങ്ങ ചിരകിയിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ പാല് പ്രധാനമാണ്. ഈ ചതുശ്ശതം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഒരു വിശേഷപ്പെട്ട നിവേദ്യമാണ്. അത് വിഷ്ണു ഭഗവാനും പ്രാധാന്യമായിട്ട് ചെയ്യാറുണ്ട്, ശിവഭഗവാനും ചെയ്യാറുണ്ട്. അതെന്താ അതിൻ്റെ സംവിധാനം? ചതുശതം എന്നാണ് അതിൻ്റെ വാക്ക്. ചതു എന്ന് പറഞ്ഞാൽ 4, ശതം എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 4 ദ്രവ്യങ്ങൾ 100 വീതം, അങ്ങനെയാണ്. അപ്പോൾ ഈ തേങ്ങ, അരി, പിന്നെ പഴം, വെല്ലം, ഈ 4 സാധനങ്ങൾ എടുത്ത് അത് പ്രത്യേക സംവിധാനത്തിൽ പാകം ചെയ്തിട്ടാണ് ചതുശ്ശതം എന്നുള്ള നിവേദ്യം. അത് വളരെ പ്രത്യേകിച്ച് നമ്മളെ ഈ ഭഗവാന്, വിഷ്ണു ഭഗവാന് കളഭപൂജ എന്ന് പറഞ്ഞൊരു വിശേഷമുണ്ട്. ആ കളഭപൂജയ്ക്ക് ഇത് അത്യാവശ്യമാണ്. അതിൻ്റെ ചടങ്ങിൽ പെട്ടതാണ്, അതിൻ്റെ ചാർത്തിൽ പെട്ടതാണ് ഈ ചതുശ്ശതം നിവേദിക്കുക എന്നുള്ളത്. അതൊരു വിശേഷമാണല്ലോ. അതുപോലെ പിന്നെ പയ്യാവൂരപ്പനൊക്കെ അട, തേങ്ങാപ്പാലട എന്ന് പറയും. അത് വളരെ വിശേഷമാണ്. എത്രയോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന സംവിധാനമാണ്. അർദ്ധരാത്രി സമയത്ത് ഈ തേങ്ങ ചിരകി പിഴിഞ്ഞ് അതിൻ്റെ പാല് അതിലെ ഒഴിച്ച്, എത്ര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഭഗവാൻ നിവേദിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആരാധനയിൽ, ഇല്ലെങ്കിൽ ഈശ്വരാരാധനയിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ തേങ്ങയെ കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാ അർത്ഥത്തിലും. ഇനി അത് കഴിഞ്ഞ് പിതൃവിഷയമാണെന്ന് വെച്ചോ. അപ്പോൾ ദേവഋണം, പിതൃഋണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിതൃക്കന്മാരോട്, നമ്മുടെ പൂർവികന്മാരോട് നമുക്ക് കടമുണ്ടല്ലോ. അത് തീർക്കുന്നത് നമ്മൾ ശ്രാദ്ധം എന്നുള്ള വിശേഷ ചടങ്ങിലാണല്ലോ. ഈ ശ്രാദ്ധത്തിന് ആ
ബ്രാഹ്മണ ശ്രേഷ്ഠനെ നമ്മൾ പിതൃക്കന്മാരുടെ പ്രതിപുരുഷനായിട്ട് നമ്മുടെ മുന്നിൽ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് നമ്മൾ ദക്ഷിണ കൊടുക്കുന്നുണ്ട്. ആ ദക്ഷിണ കൊടുക്കുമ്പോൾ അതിലും ഈ പറഞ്ഞ സംഭവം ഏതാണെന്ന് വെച്ചാൽ ധനം, വെത്തിലടക്ക പ്ലസ് വസ്ത്രം പ്ലസ് ഇളനീര്. ഇളനീര് എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ മറ്റൊരു ഭാവമാണല്ലോ, അതിൻ്റെ എന്താണ് പാകം വരുന്നതിനുള്ള ഒരു ഭാവമാണല്ലോ. ഈ ഇളനീര് അവിഭാജ്യ ഘടകമാണ്. ആ ഇളനീരും കൂടി ദക്ഷിണ ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കൽ നമസ്കരിക്കുന്നത്. അപ്പോൾ ശ്രാദ്ധം ആചരിക്കുമ്പോഴും നമുക്ക് ഈ ഇളനീര് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, കേട്ടല്ലേ. അപ്പോൾ മറ്റ് പരമശിവൻ്റെ കാര്യത്തിലെടുത്താലോ അഭിഷേകം ഉണ്ടല്ലോ, ഇളനീരാട്ടം എന്നൊക്കെ കുട്ടികൾ പെരുമാൾക്കെല്ലാം കേട്ടതല്ലേ. അപ്പോൾ അഭിഷേകത്തിന് അഭിഷേകപ്രിയ ശിവ എന്നല്ലേ. അപ്പോൾ ശിവന് ദ്രവ്യാഭിഷേകം നടത്തുമ്പോൾ 11 ദ്രവ്യങ്ങളെ കൊണ്ട് പ്രത്യേകം അഭിഷേകം നടത്തുമ്പോൾ അതിലൊരു ദ്രവ്യമായിട്ട് എടുക്കുന്നത് ഇളനീരാണ്. അപ്പോൾ ഇളനീരിൻ്റെ പ്രാധാന്യമായി, അതുപോലെ തന്നെ തേങ്ങയുടെ പ്രാധാന്യമായി. നിത്യജീവിതത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദർഭം വിവാഹം പോലുള്ള മംഗളകാര്യങ്ങളാണല്ലോ. ആ ഒരു സുമംഗലി, നമ്മുടെ സുമംഗലി വെച്ചാൽ വധുവിനെ കൂട്ടിയിട്ട് വരൻ നമ്മുടെ സ്വന്തം ഗൃഹത്തിലേക്ക് മുഹൂർത്ത സമയത്ത് കയറുന്ന സമയത്ത് അവരുടെ കയ്യിൽ അവശ്യം ഉണ്ടാവേണ്ടുന്നൊരു സംഭവമാണ് ഇരത്തേങ്ങ എന്നാണ് നാടൻ ഭാഷയിൽ. ഇണത്തേങ്ങ, 2 പച്ചത്തേങ്ങ അതിൽ ഒരു ചീന്തിയിട്ട് കൂട്ടിക്കെട്ടിയിട്ട് വലത്തെ കയ്യിൽ പിടിക്കണം. വധുവിൻ്റെ കയ്യിലാണ് അത് കൊടുക്കുക. വധു അതും എടുത്തിട്ടാണ് കയറേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അതിഥികളായിട്ട് വരുന്ന സുമംഗലിമാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്കും കാക്ക് നമസ്കരിച്ചിട്ടാകുമ്പോൾ ഈ കാരണവരായിട്ടുള്ള പ്രായം കൂടിയ അമ്മ എന്ത് ചെയ്യും, ഈ ഇരത്തേങ്ങ കൊടുക്കും കൈമിൽ. അതെടുത്തിട്ട് പോകണമെന്നാണ്. ആ ഇരത്തേങ്ങ എടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. പിന്നെ നമ്മുടെ നിത്യ നൈമിത്തിക കാര്യങ്ങളിലും ഈ ഇരത്തേങ്ങ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഓണക്കാലത്ത് ചിങ്ങമാസത്തിൽ നല്ല പച്ച തേങ്ങ, മൂത്ത തേങ്ങ ഈ പറഞ്ഞ പോലെ ഇരച്ച് ഇണത്തേങ്ങയൊക്കെ കെട്ടിയിട്ട് ഓണവില്ലിൻ്റെ ഒന്നിച്ച് വിളക്ക് വെക്കുന്നതിൻ്റെ നിലവിളക്കിൻ്റെ സമീപത്ത് വെക്കണം എന്നാണ്. അത് നിർബന്ധമാണ്. അത് ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. പണ്ടുകൊണ്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തേ പറ്റൂ. ഇരത്തേങ്ങ വെക്കണം എന്നാണ് പറയും. അത് ഒരു മാസക്കാലത്തുണ്ടാവും, ഒരു മാസം. അത് കുറച്ച് പഴകിയാകുമ്പോഴത്തേക്ക് അതങ്ങ് മാറ്റിയിട്ട് പുതിയത് വെക്കും. പച്ച തേങ്ങ കെട്ടിയിട്ട് ഇണത്തേങ്ങയാക്കിയിട്ട് വെക്കണം എന്നാണ് നമ്മുടെ പഴമക്കാർ പറയുന്ന സമ്പ്രദായം. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒന്നിനൊന്നും പറയാനില്ല. നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളിലും ഇത് ഒരു അവിഭാജ്യ ഘടകമാണെന്നാണ് നമുക്ക് പാരമ്പര്യം പറഞ്ഞു തരുന്നത്. ഇനി മറ്റൊരു വിശേഷ സമയം എന്ന് വെച്ചാൽ ഈ വിഷ്ണു പൂജയിലെ ഏറ്റവും പ്രാധാന്യമുള്ള സംഭവമാണ് ചക്രാബ്ജം പൂജ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചക്രാബ്ജം പൂജ ഒരുപാട് സമയം എടുക്കുക, 3-4 മണിക്കൂർ വേണം അത് പൂർത്തീകരിക്കാൻ. ആ പൂജ അവസാനിക്കുന്ന സമയത്ത് വിശേഷ മന്ത്രങ്ങളൊക്കെ തെളി പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് പ്രസന്ന പൂജ നടക്കുന്ന സമയത്ത് ഇങ്ങനൊരു ചടങ്ങുണ്ട്. ഈ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൽ നെയ്യ് നിറച്ച് നെയ്യ് ഒഴിച്ച് തിരി കത്തിച്ചിട്ട് ഇങ്ങനെ വളരെ കമനീയമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ആ പൂജയുടെ പത്മത്തിൻ്റെ ചുറ്റും 12 സ്ഥലത്ത് വെക്കും. 12 സ്ഥലത്ത് വെച്ചിട്ട് അത് നല്ല ആകർഷകമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ ക്ഷേത്രത്തിലൊക്കെ നവകാഭിഷേകമൊക്കെ നടക്കുന്ന സമയത്തും വിശേഷ പൂജകൾ നടക്കുമ്പോഴൊക്കെ നീരാജനം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, അതും ഇതുപോലെ തന്നെയാണ്. അതിൽ ഒരു തട്ടിൽ പൂത്തട്ടിൽ അരി വെച്ച് ഈ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിൽ നെയ്യ് നിറച്ച് തിരി വെച്ച് കത്തിക്കും, അല്ലെങ്കിൽ കറുകയൊക്കെ വെക്കും. എന്നിട്ട് ആ ഓരോ അഭിഷേകം വിശേഷമായിട്ട് ചടങ്ങ് കഴിയുമ്പോൾ തന്ത്രി തന്നെ ഈ നീരാജനം കാണിക്കുക എന്നുള്ളത് പതിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ശുഭായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് തെയ്യക്കോലക്കാരൊക്കെ മുത്തപ്പൻ്റെയൊക്കെ സംവിധാനത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ. അത് ആ അവസാനം ഈ തേങ്ങ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് നിലത്തേക്ക് അങ്ങ് ഇടും. ഇട്ടിട്ട് അതെങ്ങനെയാണോ ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത്, അതിൻ്റെ കണ്ണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലം ഒക്കെ പറയുന്ന സമ്പ്രദായമുണ്ട്. അതിൻ്റെ ലക്ഷണം നോക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ കാര്യത്തിലും തേങ്ങ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി സാധാരണ നിലക്ക് നമ്മുടെ ഭക്ഷണം, കേരളീയരുടെ ഭക്ഷണം തേങ്ങയില്ലാതെ ഒരു സംഭവവും നടക്കില്ല. രാവിലെ ഇഡ്ഡലിക്ക് ചട്നി ഇല്ലാണ്ട് നടക്കില്ല. പിന്നെ ഉച്ചക്ക് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ, കറികൾ ഉണ്ടാക്കുമ്പോഴും
തേങ്ങ അതിലൊരു പ്രധാന ഘടകമാണ്. പച്ചത്തേങ്ങ പാകം വന്ന തേങ്ങ അരച്ച് അത് ചേർത്താൽ നമുക്ക് ഭക്ഷണത്തിന് കഴിക്കുന്നതിനൊരു ബുദ്ധിമുട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ എല്ലാ അർത്ഥത്തിലും നിത്യജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥാനം ഈ നാളികേരത്തിനാണ്. മരണാനന്തരം നമ്മൾ ബോഡി മൃതശരീരം തെക്ക് തലയായിട്ടാണല്ലോ കിടത്തുക. കിടത്തിക്കഴിഞ്ഞാൽ ആ കാൽക്കലും തലയിലും നമ്മളിങ്ങനെയും ഒരു കാര്യം ചെയ്യാറ്, തേങ്ങ പൊട്ടിച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് തീ കത്തിച്ച് കാലിൻ്റെ പാദത്തിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും കത്തിച്ച് വെക്കാറുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അത് മറ്റ് ബാധാദുരിതങ്ങളൊന്നും വരാതിരിക്കാൻ ഈ ആത്മാവിന് ഒരു ശാന്തി കിട്ടണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും അതും നമുക്ക് ഒരു വെച്ചാൽ ജീവിക്കുന്ന കാലം മാത്രമല്ല, മരണാനന്തരത്തിലും ഇതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ടെന്നാണ് അതുകൊണ്ട് വ്യക്തമാകുന്നത്. അതെ, ഇപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതുപോലെ നമ്മുടെ ഭാരതീയമായ സമ്പ്രദായത്തിൽ, വിശേഷിച്ചും കേരളീയ സമ്പ്രദായത്തിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും ആധ്യാത്മികവും ആധിദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തേങ്ങയുടെ പ്രയോജനം എത്രയാണെന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. അത് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. വളരെ 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 അർത്ഥവത്തായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ ചർച്ചയ്ക്ക് വന്നത്. അത് വേണ്ടതുപോലെ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം.